സ്റ്റുഡൻസ് നമ്മളിന്ന് പഠിക്കാൻ പോണത് 10th സ്റ്റാൻഡേർഡ് മാത്സ് NCERT ടെസ്റ്റിലെ 8th ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എന്തുവാടാ? ഇൻ ദ ഫിഗർ ഗിവൺ ഫൈൻഡ് tan p മൈനസ് കോട്ട. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? സോ നേരത്തെ ക്വസ്റ്റ്യൻ പോലെയല്ല, ഫിഗർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുവാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ജസ്റ്റ് ഫിഗർ ഇങ്ങോട്ട് വരയ്ക്കുവാണ്. 12 ഇത് 13. ഓക്കെ, സോ tan p മൈനസ് കോട്ട് ആർ. അപ്പം നമുക്ക് എഴുതാം tan p, ക്വസ്റ്റ്യൻ നമ്പർ 2 tan p മൈനസ് കോട്ട് ആർ. നോക്കിയടാ, ഞാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞ സാധനം എന്തുവായിരുന്നടാ? ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അല്ലേ? കണ്ടോ, 90ക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ് എന്ത്? ഹൈപ്പോട്ടിന്യൂസ്. ഈ സാധനം സെറ്റല്ലേ? ഇത് നമ്മൾ ആദ്യമേ വരച്ച് എഴുതി വെക്കുക. ഇനി ഇവിടെ നോക്കിയേ, ടാൻ പിയും കോട്ട് ആറുമാണ്. അപ്പം നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം നോക്കിയേ, ടാൻ പി, അപ്പം നമുക്ക് പീൻ്റെ ബേസിൽ ആദ്യമേ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ പി ആണെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് വരും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഇതാണ് അല്ലേ? സോ ഓപ്പോസിറ്റ്, പിന്നെ ഇതെന്തുവാ? അപ്പം അഡ്ജസൻറ്റ്. സെറ്റല്ലേ? പക്ഷേ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ ക്വസ്റ്റിനകത്ത് ഒരു സാധനം മിസ്സിംഗ് ആണല്ലേ? ഹൈപ്പോട്ടിന്യൂസ് തന്നിട്ടുണ്ട്, ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ? ആദ്യം തന്നെ പൈതഗോറസ് തിയറം. അപ്പം നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിൽ രണ്ട് സൈഡ് തന്നിട്ട് ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം ബേസിക്കലി അപ്ലൈ ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു കാര്യം. ഓക്കെ, സോ ഇപ്പം നമുക്കിവിടെ നമുക്ക് ഓപ്പോസിറ്റാണ് തരാത്തത്. അപ്പം നമുക്ക് ആദ്യമേ പൈതഗോറസ് തിയറം എഴുതാം. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു വേരിയേഷൻ കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ബേസ് ആണ്. അപ്പം ഈ ഓൾട്ടിറ്റ്യൂഡിനെ എന്ത് ചെയ്യുക? ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പം എന്താകും? ഹൈപ്പോട്ടിന്യൂസ് ഓൾട്ടിറ്റ്യൂഡ് മൈനസ് ചെയ്യണം. അപ്പോൾ ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയറിൽ നിന്ന് മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ബേസ് സ്ക്വയർ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇട്ടിട്ട് കൊടുത്താലോ? ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ് നിൽക്കുന്നത്? 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ. എത്രയാ 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? എത്രയാ? 169 അല്ലേ? അതുപോലെ തന്നെ 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 144. അതാണ് നമ്മുടെ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റല്ലേ? അപ്പം സ്ക്വയേഴ്സൊക്കെ ജസ്റ്റ് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇൻഡ്യൂ ചെയ്ത് നോക്കുക. അപ്പം നോക്കിയേ, ഇത് നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 25 കിട്ടും അല്ലേ? സോ ബി സ്ക്വയർ എന്ന് പറയുന്നതാണ് 25. ബി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? റൂട്ട് ഓഫ് 25 എത്രയാ? 5 ആണ്. 5 × 5 ആണ് 25. അപ്പം അതിൻ്റെ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. സോ നമുക്ക് ഓപ്പോസിറ്റ് കിട്ടി 5. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേടാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ കോട്ടിൻ്റെ റേഷ്യോയിലേക്ക് നോക്കാം അല്ലേ? ടാൻ്റെ റേഷ്യോ നോക്കാം. സോ ടാനിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരെ പഠിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മൾ സൈൻ പഠിച്ചു. സൈൻ എന്തുവായിരുന്നടാ? സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്തുവായിരുന്നു? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സംഭവം സെറ്റല്ലായിരുന്നോ? ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പം ഇവിടെ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈ രണ്ട് ഹൈപ്പോട്ടന്യൂസും അങ്ങ് വെട്ടിക്കളയുക. എന്നിട്ട് ഇത് തമ്മി അങ്ങ് എഴുതുക. എന്തുമായിരിക്കും? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സെറ്റല്ലേ? ഇതാണ് ടാൻ. അപ്പം നോക്കിയേ, ടാൻ പി അല്ലേ നമുക്ക് വേണ്ടത്? സോ ടാൻ പി എന്ന് പറഞ്ഞാൽ എത്രയാടാ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഇനി ഓപ്പോസിറ്റ് വാല്യൂ എന്തുവാ? പിയുടെ ഓപ്പോസിറ്റ് എന്തുവാ? നമുക്ക് പേരെഴുതാം ആദ്യം. എന്തുവാ? ക്യു ആർ ബൈ എന്തുവാ? പി ക്യൂ. ഇപ്പം ക്യു ആർ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 അല്ലേ? 5 ബൈ പി ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ആണ്. 5 ബൈ 12 ആണ് നമ്മുടെ ഫസ്റ്റ് ആൻസർ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് കോട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കോട്ട് ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു സാധനം പറഞ്ഞുതരാം. ടാനിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോട്ട്. അപ്പം കോട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? നേരെ ഓപ്പോസിറ്റ്. എന്തുവാണ്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. ഓക്കെ ആണല്ലോ? അപ്പം ഇതൊക്കെ നമുക്ക് റേഷ്യോസ് എല്ലാം കണക്ട് ചെയ്ത് പഠിക്കാം. മെയിനായിട്ട് ഈ 3 റേഷ്യോ പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റേഷ്യോസ് പഠിക്കുക. ടാനിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? കോട്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമ്മൾ മനസ്സിലാക്കി കോട്ട് എന്ന് പറയുന്നത് എന്തുവാണ്? അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്. ഇനി
അഡ്ജസൻറ്റ് ആറാണ് അല്ലേ, ആറിൻ്റെ ഇതിൽ നിന്നാണ് നമ്മൾ പറയേണ്ടത്. ആറിൻ്റെ ഇതിൽ നിന്ന് അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് എടുക്കാൻ നേരത്ത് നമ്മൾ ഇതെല്ലാം വെട്ടണമല്ലോ അല്ലേ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് എത്രയാടാ? 12 ആണ്. ഇതാണ് ഓപ്പോസിറ്റ്. അഡ്ജസൻ്റ് ഏതാ? ഇതാണ് അല്ലേ. സെറ്റല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് എത്രയാ? 12. ലൈക്ക് എന്തുവാ? അഡ്ജസൻറ്റ് ബൈ അല്ലേ, അഡ്ജസൻ്റ് ആണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. സോ അഡ്ജസൻ്റ് എന്ന് പറയുന്നത് QR ബൈ QP അല്ലേ, PQ. അപ്പോൾ എത്ര കിട്ടും? QR എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5/12 തന്നെ നമുക്ക് കിട്ടി. ഇതാണ് സെക്കൻഡ് ആൻസർ. ഇനി നമ്മൾ ഇത് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നോ? നമ്മൾ എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കണം. നമ്മൾ ചിലപ്പം ഇത്രയും തീർന്നു, ചെയ്ത് കഴിഞ്ഞു, മൊത്തം കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മളങ്ങ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് അങ്ങ് പോയി. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, tan P മൈനസ് കോട്ടാറാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. tan Pയും കോട്ടാറും കൂടെ തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ എഴുതാം, tan P മൈനസ് കോട്ട് R ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാ? 5/12 മൈനസ് 5/12 എത്രയാ? രണ്ട് സെയിം നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. അത്ര ഉള്ളല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 ആണ്. സോ tan P മൈനസ് കോട്ട് R ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ ആൻസർ. സംഭവം സെറ്റല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ചോദിക്കാം, ഞങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനലിൽ വന്ന് മെസ്സേജ് അയയ്ക്കുക, ഞങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോ കാണാം. Ta-da. താങ്ക് യു.